ഹായ് ഫ്രണ്ട്സ്, ഹബ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് ഞാനൊരു ജാം റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ജാം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് പൈനാപ്പിൾ ഉപയോഗിച്ചുള്ള ജാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമുക്ക് ഈ ജാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുമല്ലോ. ഞാൻ ഇതിനായി ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ജാം ഉണ്ടാക്കാൻ നമുക്ക് നല്ല പഴുത്ത ചെറുപഴമാണ് വേണ്ടത്. നമുക്കിപ്പോൾ ചെറുപഴം നന്നായി പഴുത്ത് വേസ്റ്റായി കളയേണ്ട അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ജാം ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നമുക്ക് കുറച്ചു കാലം ബ്രെഡിലേക്കൊക്കെ ജാം ഇതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ചെറുപഴം കൊണ്ട് ജാം ഉണ്ടാക്കാം എന്ന് നോക്കാം. ചെറുപഴത്തിൽ കേടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച്, പഴുത്ത പഴം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് കേടുണ്ടാവും, അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 15 പഴത്തോളം എടുത്ത്, അപ്പോൾ അതിൽ മുറിച്ച് മാറ്റിയപ്പോൾ ഏകദേശം ഒരു 10 പഴത്തോളം കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ഏലക്കയും ഒരു ചെറിയ പീസ് പട്ടയും ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി ഇടുന്നുണ്ട്. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിലോട്ട് വെക്കുന്നുണ്ട്. ഒരു 3 വിസിൽ വിടുന്നത് വരെ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് 3 വിസിൽ വിട്ടതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ തന്നെ നമുക്കത് നല്ലൊരു കളർ ചേഞ്ചൊക്കെ കാണാം. നമുക്കത് നന്നായി ഒന്ന് ഒരു വിസ്ക് ഉപയോഗിച്ച് ഉടച്ച് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരിച്ചെടുത്താൽ മതി. പിന്നെ അരിച്ചെടുക്കുമ്പോൾ അത് നന്നായി സ്മാഷ് ചെയ്തിട്ട് അതിലത്തെ വെള്ളം കംപ്ലീറ്റ് എടുക്കണ്ട. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജാമിൽ ഒരു ചെറിയൊരു ചവർപ്പ് തോന്നും. അപ്പോൾ നമുക്ക് അതില്ലാതെ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് അതിലത്തെ ജ്യൂസൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായി സ്മാഷ് ചെയ്യേണ്ട, ഒരു ജസ്റ്റ് അതിലത്തെ നമുക്ക് പഴത്തിൻ്റെ ജ്യൂസസ് കംപ്ലീറ്റ് വരുന്ന പോലെ ഒരു ലെവലിൽ എടുത്താൽ മതി. എനിക്ക് ഇത്രത്തോളം അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് അളന്ന് കാണിച്ചു തരാം. എനിക്ക് 2 കപ്പ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്, പഴം കൊണ്ടിട്ടുള്ളത്. ഇനി നമുക്കതൊരു പാനിലോട്ട് ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. അതിൽ നമ്മൾ ഏലക്ക അതൊക്കെ നമ്മൾ അരിക്കുമ്പോൾ അതിൽ മാറ്റിയെടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് സാധാ പ്ലെയിൻ വാട്ടറാണ് അതിലുള്ളത്, പഴം കൊണ്ടിട്ടുള്ള വാട്ടർ. അതിൽ നന്നായി ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, നന്നായി തള വരുന്നുണ്ട്, പതയും വരുന്നുണ്ട്. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് നമ്മൾ ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്സ്ഡ് ഫ്രൂട്ട് ജാമിൻ്റെ അതേ ടേസ്റ്റാണ്. ആ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ജാമിലും മിക്സ്ഡ് ഫ്രൂട്ട് ജാമിലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ചെറുപഴം തന്നെയാണ്. ഈ പാകത്തിനാവുമ്പോൾ നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 കപ്പിന് ഞാനിവിടെ 1 കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അവരതിൻ്റെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റാം. ഇവിടെ 1 കപ്പ് കറക്റ്റായിട്ടുള്ള മധുരമാണ് ജാമിനിക്കുള്ളത്. ഇത് തിളക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ കളർ ചേഞ്ച് ആകുന്നത്. നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ലൂസാവും. പിന്നെ ഒന്നുകൂടെ നമുക്ക് തിളപ്പിച്ചെടുത്ത് ഒരു പാകത്തിനുള്ള ജാമിൻ്റെ ഒരു പാകത്തിനുള്ള അത്രയും നമുക്ക് വറ്റിച്ചെടുക്കണം. പഞ്ചസാര ഞാൻ കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒന്ന് ചേർത്ത് ഒരു 10 മിനിറ്റ് ഇളക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാരയും ചേർത്ത് ജാമൊന്ന് വറ്റി വരുമ്പോൾ തന്നെ അതിൻ്റെ കളർ ഇങ്ങനെ ഡാർക്കായി വരുന്നത് കാണാം. പിന്നെ ഇത് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വറ്റിച്ച് നല്ല കട്ടിയാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചൂടാറുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. ഇനി നമുക്ക് അവസാനമായി അതിലോട് ചേർത്താനുള്ളത് 1 ടീസ്പൂൺ നാരങ്ങയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്റ്റൽ പഞ്ചസാര നമ്മൾ ചൂടാറുമ്പോൾ ഒരു ക്രിസ്റ്റൽ രൂപത്തിലാവും. അതില്ലാതെ നമുക്ക് ജാം ഒരേപോലത്തെ കൺസിസ്റ്റൻസിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത്. അതുകൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റി കാണിച്ചു തരാം. ഇത് ചൂടാറുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കളർ ചേഞ്ചായി വരുന്നത് കാണാം. കണ്ടില്ലേ, ഡാർക്കായി വരുന്നുണ്ട്. ഞാൻ ഇനി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം.
ഇത് കണ്ടില്ല, നല്ല കളറും നല്ല ടേസ്റ്റുള്ള ഒരു പഴം കൊണ്ടുള്ള ജാമാണ്. നമുക്കിനി പഴം കൂടുതലായി വേസ്റ്റായി എന്നുള്ളതൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ജാം എളുപ്പത്തിൽ ഉണ്ടാക്കാം. അത് പറ്റുന്ന സമയം മാത്രമാണ് വേണ്ടുള്ളൂ. നമ്മൾ അടുത്തന്നെ നിന്ന് ഇളക്കുകയാണെങ്കിലും നമ്മുടെ സ്റ്റൗവിൻ്റെ ഹീറ്റിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഈ പഴം കൊണ്ടുള്ള ജാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.